വിസ്ഡം പല്ലുകൾ എപ്പോഴും എടുത്തു കളയേണ്ട കാര്യമുണ്ടോ? ഹായ്, ഐ എം ഡോക്ടർ റിയ, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ. ചിലപ്പോൾ നിങ്ങളുടെ വിസ്ഡം പല്ലുകൾ സൈഡിൽ കൂടി ആയിരിക്കാം വളരുന്നത്. അപ്പൊ അത് എടുത്തു കളയേണ്ട കാര്യമുണ്ടോ? നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. ഈ വിസ്ഡം പല്ലുകൾ ഇനിയും എപ്പോഴാണ് എടുത്തു കളയേണ്ടത്? ഒന്ന്, ഉള്ളിലെ താടിയലില് സ്ഥലമില്ലാതെ അത് ഉടക്കി നിന്ന് വേദന വരുമ്പോൾ. രണ്ടാമത്തേത്, അടുത്തുള്ള പല്ലിന് അത് കേട് സൃഷ്ടിക്കുമ്പോൾ എടുത്തു കളയണം. മൂന്നാമത്തേത്, നമ്മുടെ കീഴ്ത്താടിയിലെ സിസ്റ്റുകൾ അല്ലെങ്കിൽ മേൽത്താടിയിൽ സിസ്റ്റ് ആയിട്ട് ഈ വിസ്ഡം ടീത്ത് വരുമ്പോൾ നമ്മൾ അതിനെ എടുത്തു കളയേണ്ടതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ പല്ലിൽ കമ്പി കെട്ടിയിട്ട് ഇപ്പൊ ചിലപ്പം ഡോക്ടേഴ്സ് പറയും സ്ഥലമില്ലാതെ ഈ പല്ലുകൾ എടുത്ത് കളയണം, അല്ലെങ്കിൽ അടുത്ത പല്ല് ഇല്ല, നമ്മൾ അതിനെ പുതിയതായിട്ട് വെക്കണമെങ്കിൽ അവിടെ ഒരു തടസ്സം വരികയാണെങ്കിൽ ഈ പല്ല് എടുത്തു കളയേണ്ടതാണ്. ഈ വിസ്ഡം പല്ലുകളെ എപ്പോഴൊക്കെയാണ് എടുത്ത് കളയേണ്ടാത്തത്? ഒന്ന്, അത് ഫുള്ളി നമ്മുടെ എല്ലില് നിന്ന് പുറത്തേക്ക് വന്നു, നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഒരു വേദനയില്ല എങ്കിൽ നമുക്ക് ഈ വിസ്ഡം പല്ലുകൾ എടുത്ത് കളയേണ്ട കാര്യം തന്നെ വരുന്നില്ല. ഇനിയും ബെസ്റ്റ് ഏജ് ടു ഗെറ്റ് ദീസ് വിസ്ഡം ടീത്ത് റിമൂവ്ഡ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് 17 to 25 ഇയേഴ്സ് എന്ന് പറയും. അതിനുശേഷം നമുക്ക് എടുത്തു കളയാം. പക്ഷെ ഈ 17 to 25 ഏജ് ഗ്രൂപ്പ് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ 17 to 25 ഇയേഴ്സിനുള്ളിൽ നമ്മുടെ വിസ്ഡം ടീത്തിന്റെ റൂട്ട്സ് ഫോം ആവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഹൈറ്റ് കുറവായിരിക്കാം. പിന്നെ ബോൺ അതിന് ചുറ്റിനുള്ളത് സോഫ്റ്റ് ആണ്. പിന്നെ അത് തന്നെയല്ല, ഇതിന്റെ വേരിന്റെ നീളം കുറവുള്ളത് കൊണ്ട് ഞരമ്പിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസും ഉണ്ടാവും. അപ്പൊ നമുക്ക്